നമസ്കാരം. ബി ജെ പിക്ക് ഇപ്പം വൈകിയാണെങ്കിലും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ 2 സീറ്റിലേക്ക് ഒതുങ്ങി. നേരത്തെ ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞിരുന്നത്. 35 സീറ്റുമായി നിയമസഭയിൽ എത്തുമെന്നാണ് ആദ്യം പറഞ്ഞത്. അത് തെരഞ്ഞെടുപ്പിന് മുൻപ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയപ്പോൾ അത് 16ആയി കുറഞ്ഞു. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് 6ആയി ചുരുങ്ങി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് 2ആയി. ഇനിയും സമയമുണ്ട്. 4-ാം തീയതി വരെ സമയമുണ്ട്. അതിനിടയിൽ വീണ്ടും മാറ്റം വന്നേക്കാം. കാരണം ചൂട് ഓരോ ദിവസവും കൂടിക്കൂടി വരിക. ചൂട് കൂടുന്തോറും ചാണകം ഉണങ്ങും. ചാണകം ഉണങ്ങുന്നതിനനുസരിച്ച് എണ്ണവും കൃത്യമായി വരും. കഴിഞ്ഞ ദിവസം കൂടിയ BJP നേതൃയോഗത്തിൻ്റെ വിലയിരുത്തലിലാണ് 2ലേക്ക് കൂപ്പുകുത്തിയത്. നേമത്തും കഴക്കൂട്ടത്തും 60,000-ലേറെ വോട്ട് നേടി വിജയിച്ചേക്കുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക്. വിജയിച്ചേക്കും, അല്ലാതെ വിജയിക്കുമെന്നല്ല, വിജയിച്ചേക്കും. മറ്റ് 16 മണ്ഡലങ്ങളിൽ 40,000 മുതൽ 50,000 വരെ വോട്ട് നേടാം. ഇതിൽ ചില മണ്ഡലങ്ങളിൽ LDF-മായോ UDF-മായോ നേരിട്ടുള്ള മത്സരമാണ് നടന്നിട്ടുള്ളത്. അങ്ങനെയാണ് വിലയിരുത്തൽ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വിജയം ആർക്കുന്നത് സാമുദായിക അടിയൊഴുക്കുകളെ കൂടി ആശ്രയിച്ചിരിക്കുമെന്നും വിലയിരുത്തി. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചാണകം ഉണങ്ങുന്നതിനനുസരിച്ച് വിലയിരുത്തലും മാറുമെന്ന് നേരത്തെ പറഞ്ഞത് ശരിയല്ലേ? മാത്രമല്ല 17 മണ്ഡലങ്ങളിൽ 40,000-ലേറെ വോട്ട് നേടി നിർണായക ശക്തിയാവുമെന്നും വിലയിരുത്തി. വോട്ടിംഗ് ശതമാനം 80 വരെ ഉയർന്ന സാഹചര്യത്തിൽ പാർട്ടി ലക്ഷ്യമിട്ട വോട്ടുകൾ സമാഹരിക്കാനായാൽ ഇതിൽ ചില സീറ്റുകളിൽ വിജയം വരെ നേടാമെന്നും പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയാണ്, അല്ല ഉറപ്പല്ല. 1,00,000 വരെ വോട്ട് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? പറയാം. 16 മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരം, ചാത്തന്നൂർ, മാവേലിക്കര, ചെങ്ങന്നൂർ, അരൂർ, പൂഞ്ഞാർ, തൃപ്പൂണിത്തറ, കുന്നത്തുനാട്, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, പാലക്കാട്, മലമ്പുഴ, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, മഞ്ചേശ്വരം, കാസർഗോഡ്. മാത്രമല്ല 40,000-ലേറെ വോട്ട് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ അത് 17 എണ്ണമാണ്. അതായത് വട്ടിയൂർക്കാവ്, കാട്ടാക്കട, വർക്കല, ആറ്റിങ്ങൽ, കോവളം, അടൂർ, കോന്നി, തിരുവല്ല, ആറന്മുള, കായംകുളം, പാല, കാഞ്ഞിരപ്പള്ളി, നാട്ടിക, മണലൂർ, ഷൊർണൂർ, ഒറ്റപ്പാലം, കോഴിക്കോട് നോർത്ത് എന്നിവയാണ്. ഏറെ വിജയസാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥികൾക്കെതിരായ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം വെല്ലുവിളി ഉയർത്തുന്നുവെന്നും വിലയിരുത്തി. ഈ വിലയിരുത്തലിനൊരു കുറവുമില്ല കേട്ടോ, എല്ലാം വിലയിരുത്തുന്നുണ്ട്. മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നേമത്തും കഴക്കൂട്ടത്തും ഈ വെല്ലുവിളി BJP സ്ഥാനാർത്ഥികൾക്ക് അതിജീവിക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു. മുമ്പേ പറഞ്ഞ പ്രതീക്ഷയാണ്. ഈ തെരഞ്ഞെടുപ്പോടെ മറ്റ് 2 മുന്നണികൾക്കുമൊപ്പം NDAയും കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി മാറുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. അടിപൊളി, ജഗപുക എന്നൊക്കെ പറയുന്നത് പോലെ. ഇത്രയൊക്കെ വിലയിരുത്തിയ സാഹചര്യത്തിൽ പാലായിലും പൂഞ്ഞാറിലും തിരുവല്ലയിലും പാലക്കാടും മഞ്ചേശ്വരത്തും ഉണ്ടായിരുന്ന വിജയപ്രതീക്ഷ പോയി അല്ലേ? എൻ്റെ ഒരു സംശയമാണ്. പാലായിൽ എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ? 1 വർഷം കൊണ്ട് പാലം, തൊഴിൽശാലകൾ. ആ തൊഴിൽശാലകൾ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ജെട്ടി കമ്പനി എന്ന് വേണ്ട വികസന പെരുമഴയാണ് വാഗ്ദാനം നൽകിയത്. എന്നിട്ടും ജയിക്കില്ലെന്ന് പറയുന്നത് മോശമാണ്. ഒന്നുമില്ലെങ്കിലും ഷോൺ എന്ത് പാടുപെട്ട ചുട്ടുപൊള്ളുന്ന വെയിലിലും റീൽസൊക്കെ ഇട്ട് പ്രചാരണം നടത്തിയത്. ഒടുവിൽ മെത്രാന്മാരെ വരെ തെറി വിളിച്ചു. കഷ്ടം. തിരുവല്ലയിലും ഗതി പിടിക്കില്ല അല്ലേ? പ്രധാനമന്ത്രി വരെ വന്ന് സ്വന്തം ആളാണെന്ന് പറഞ്ഞിട്ട് പോലും ഗതി പിടിക്കില്ലെങ്കിൽ പിന്നെ മറ്റുള്ള മണ്ഡലങ്ങളിൽ പറയണം. പിന്നെ ഇതങ്ങ് ദൈവത്തിൻ്റെ സ്വന്തം നാടാ കേട്ടോ. സാംസ്കാരിക കേരളമാണ്. ഇവിടെ വർഗീയതയ്ക്ക് സ്ഥാനമില്ല. കേരളം ഒരു ഉത്തരേന്ത്യനാകാൻ അല്ലെങ്കിൽ ഉത്തരേന്ത്യയാക്കാൻ ജനം സമ്മതിക്കില്ല. പണ്ട് രാജഗോപാൽ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? കേരളം അഭ്യസ്ത വിദ്യരുടെ നാടാണ്.
ഇവിടെ BJPക്ക് വേരോടാൻ പറ്റിയ വളക്കൂറുള്ള മണ്ണല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞത് എത്രയോ ശരിയാണ്.